ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. എക്സിം പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കേന്ദ്രമന്ത്രി അടക്കം BJP നേതാക്കൾ വിട്ടുനിന്നിരിക്കുകയാണ്. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളും തിരുവനന്തപുരം മേയർ VV രാജേഷും പങ്കെടുത്തില്ല. വന്ദേമാതരം വിവാദത്തെ തുടർന്നാണ് ചടങ്ങിൽ നിന്നും BJP നേതാക്കൾ വിട്ടുനിന്നത് എന്നാണ് സൂചന. ലോകവിപണിയിലേക്ക് നിർണായക ചൂടുവെച്ച് വിഴിഞ്ഞത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. സ്പെയിനിലേക്കുള്ള ആദ്യ എക്സിം കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. അരുൺ സോളമനും VS രഞ്ജിത്തും വിവരങ്ങളുമായി. ആദ്യം VS രഞ്ജിത്തിലേക്കാണ് പോകുന്നത്. രഞ്ജിത്ത്, ഇതിലെ രാഷ്ട്രീയ വിവാദത്തിലേക്ക് ആദ്യം പോവുകയാണ്. BJP വിട്ടുനിന്നതിൽ നമുക്ക് ലഭിക്കുന്നത് ചില സൂചനകളാണ്. സൂചനകൾ ഉറപ്പിക്കാനാകുന്നുണ്ടോ? വന്ദേമാതരം വിഷയത്തിൽ കേരളം മാത്രമാണ് പൂർണ്ണമായും വന്ദേമാതരം ഒഴിവാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യദിന ചടങ്ങുകൾ നടന്നത്. അപ്പോൾ അതിനുള്ള പ്രതിഷേധമായിട്ടാണോ BJPയുടെ വിട്ടുനിൽക്കൽ? സ്മൃതി, തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി ഇന്നലെ രാത്രിയാണ് ഈ പരിപാടിക്ക് വരുന്നില്ല എന്നറിയിച്ചത്. BJP നേതൃത്വത്തെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. അത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള മെസ്സേജിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മേയർ ഉൾപ്പെടെ 2 MLA ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട BJP നേതാക്കളും വിഴിഞ്ഞം പദ്ധതിയിൽ നിന്ന് അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നത്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളായിരുന്നു ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിന് എത്തേണ്ടിയിരുന്നത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് BJP നേതൃത്വം വ്യക്തമാക്കുന്നത്. ഒന്ന്, ഈ ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ വന്ദേമാതരം ആലപിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ സർക്കുലർ അനുസരിച്ച് വന്ദേമാതരം ആലപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിന പരിപാടികൾ ആഘോഷിച്ചപ്പോൾ ഇവിടെ മാത്രം, കേരളത്തിൽ മാത്രം വന്ദേമാതരം ആലപിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ PMC ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കും എന്നൊരു ഉറപ്പ് കേന്ദ്ര സർക്കാരിന് VD സതീശൻ നൽകിയിരുന്നു. പ്രധാനമന്ത്രിയെ VD സതീശൻ കാണുന്ന ഘട്ടത്തിൽ ഈ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കും എന്നൊരു ഉറപ്പായിരുന്നു കൊടുത്തിരുന്നത്. ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടു എന്നും പറയുന്നു. അതായത് PMC പോലുള്ള പദ്ധതികളിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊണ്ടൊരു ഭരണം, കഴിഞ്ഞ ദിവസമൊക്കെ BJP നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ഇതേ കാര്യം ആവർത്തിച്ചിരുന്നു. അതായത് മുസ്ലിം ലീഗിന് വഴങ്ങിയുള്ള ഒരു ഭരണമാണ് നടക്കുന്നത് എന്ന ആരോപണം. അപ്പൊ ഈ രാഷ്ട്രീയ പ്രചരണം ശക്തമാക്കുക കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ബഹിഷ്കരണത്തിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ മാത്രമായിരിക്കില്ല, കേരളത്തിന് പുറത്തും ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ ലക്ഷ്യം. രാഷ്ട്രീയ ലക്ഷ്യമാണ്. കാരണം കേരളത്തിൽ നടക്കുന്ന ഭരണം അത് മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും കീഴടങ്ങിയുള്ള ഭരണമാണ് എന്ന് പ്രചരിപ്പിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ BJPക്ക് അത് വലിയ മേൽക്കൈ ഉണ്ടാക്കും. കേരളത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടി അത് മറ്റ് സംസ്ഥാനങ്ങളിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രചരണ ആയുധമായി BJP ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നേരെ തിരിച്ചാകാനുള്ള സാധ്യതയാണ് ഇതിൽ കാണേണ്ടത്. ഇതിപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണോ രഞ്ജിത്ത്? KC വേണുഗോപാലയുടെ വിവാദം, ഈ AICC ആസ്ഥാനത്ത് പൂർണ്ണമായി വന്ദേമാതരം ആലപിച്ച വിവാദത്തിലടക്കം നമ്മൾ പ്രതികരണം ആരായുമ്പോൾ മറ്റു വിഷയങ്ങളിൽ നിന്നും ഇപ്പോൾ പെല്ലറ്റ് ആക്രമണം, വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള പെല്ലറ്റ് ആക്രമണം അടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള BJPയുടെ ബോധപൂർവമായ ശ്രമം എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് അത് മനസ്സിലാക്കുന്നു എന്ന് കൂടി കരുതേണ്ടി വരും. ഇപ്പോൾ കേന്ദ്രമന്ത്രി വിട്ടുനിൽക്കുന്നു, മേയർ വിട്ടുനിൽക്കുന്നു. BJP കേരളവുമായി, സംസ്ഥാന സർക്കാരുമായി ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുന്ന രൂപത്തിലേക്ക് മാറുമോ? പല ഘട്ടങ്ങളിലും അങ്ങനെയല്ല. VD സതീശൻ സർക്കാർ വന്ന ശേഷം ഒരു അനുനയ പാതയിലായിരുന്നു ഇതുവരെ പോയിരുന്നത്. തീർച്ചയായിട്ടും അത്തരമൊരു അനുനയത്തിന്റെ പാത ഉണ്ടാകും എന്നാണ് VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഉറപ്പ് കൊടുത്തത് എന്നാണ് BJP നേതൃത്വം പറയുന്നത്. PMC ഉൾപ്പെടെയുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കും. ഒരു തരത്തിലും അങ്ങനെ കേന്ദ്ര സർക്കാരുമായി ഒരു മൽപ്പിടുത്തത്തിനോ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ PMC ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ പിന്നോട്ട് പോകുന്നു. ഈ ലോഗോ പതിപ്പിക്കുന്ന കാര്യത്തിൽ, PMAY പദ്ധതിയുടെ കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ആക്ഷേപങ്ങൾക്കും അതുപോലെ തന്നെ ആരോപണങ്ങൾക്കും വഴങ്ങിക്കൊണ്ടൊരു ഭരണം കേരളത്തിൽ നടക്കുന്നു. ഇത് ഒരു പ്രചാരണായുധമാക്കുക, അത് കേരളത്തിൽ ഒരു പക്ഷേ കോൺഗ്രസിനും UDFനും മേൽക്കൈ കിട്ടിയേക്കാവുന്ന BJP വിരുദ്ധത മുൻനിർത്തിക്കൊണ്ട് അവരുടെ സർക്കാരിന് കുറച്ചുകൂടി കേരളത്തിൽ ഒരു പ്രചാരണം കിട്ടിയേക്കാവുന്ന ഒരു പ്രചരണമാണെങ്കിൽ കൂടി ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന കർണാടക ഉൾപ്പെടെ, ഉത്തർപ്രദേശ് ഉൾപ്പെടെ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇനി വേണമെങ്കിൽ 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJPക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയായിരിക്കും. നോക്കൂ, മറ്റ് സംസ്ഥാനങ്ങളിൽ ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ വന്ദേമാതരം ആലപിച്ചുകൊണ്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ വന്ദേമാതരം ആലപിച്ചില്ല? അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുസ്ലിം ലീഗാണ് എന്ന് BJP
വരുത്തി തീർക്കുകയും അത് സംസ്ഥാനത്ത് മറ്റിടങ്ങളിലൊക്കെ രാജ്യത്ത് മറ്റിടങ്ങളിലൊക്കെ വലിയ തോതിൽ BJPക്ക് ഗുണകരമാവുന്നൊരു പ്രചരണമായി മാറുകയും ചെയ്യും. അതിൻ്റെ തുടക്കമായിട്ടാണ് ഇന്നിപ്പോൾ വിഴിഞ്ഞം പോലൊരു പദ്ധതി, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പദ്ധതിയിൽ കേന്ദ്രമന്ത്രി മാറി നിൽക്കുകയും കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തുള്ള BJPയുടെ നേതാക്കന്മാരും ആ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഇതൊരു ചർച്ചയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. പരസ്യ പ്രതികരണത്തിലേക്ക് പോകുമോ എന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം മേയർ VV രാജേഷിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം ഒരു വിവാഹ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ പുറത്തേക്ക് പ്രതികരിക്കാതെ ഈ വിട്ടുനിൽക്കൽ അതൃപ്തി പരസ്യമാക്കുക, എന്നാൽ പരസ്യ പ്രതികരണങ്ങളില്ല, ഈ രൂപത്തിലായിരിക്കും അതോ പരസ്യ പ്രതികരണങ്ങളിലേക്ക് തന്നെ കടക്കുമോ? രഞ്ജിത്ത്, സ്മൃതി, ഇതിൽ BJPയുടെ കേന്ദ്ര നേതാക്കന്മാർ പ്രതികരിച്ചില്ലെങ്കിലും സംസ്ഥാനത്തെ നേതാക്കന്മാർ പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വന്ദേമാതര വിവാദത്തിലേക്ക് കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ പ്രതികരിച്ചിരുന്നു, കേന്ദ്ര നേതാക്കന്മാരും പ്രതികരിച്ചിരുന്നു. അതിൽ ഈ BJP സംസ്ഥാന നേതാക്കന്മാരൊക്കെ തന്നെ ഈ ഒരു പ്രചരണത്തിന് തുടക്കമിട്ടിരുന്നു. അതായത് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും ലീഗിന്റെയും ഒരു അധീശത്വമുള്ള സർക്കാരാണ് ഭരിക്കുന്നത്, UDF ലീഗിന് കീഴടങ്ങി എന്നുള്ളത്. ഈ ഒരു പ്രചരണം പരസ്യമായി പ്രതികരിക്കുന്നുണ്ട്. BJPക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ഒരുപക്ഷെ ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചില്ലെങ്കിലും ഈ പ്രചരണം അവർ ശക്തമാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ശരി, വിഴിഞ്ഞത്ത് വലിയ പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങുകളും നടക്കുമ്പോൾ കേന്ദ്രമന്ത്രി വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് BJP അതൃപ്തി അറിയിക്കുകയാണ്.